കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ്. ഇന്ന് അങ്ങയുടെ വിശുദ്ധ ബലി പങ്കെടുക്കേണ്ട ദിവസമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതമായിരുന്നുകൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീവിതപ്രസവം ലോകായികമായ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവിക കാര്യങ്ങൾ സത്യജലത്തിൽ കൊണ്ട് വചനം വായിക്കുകയും രോഗികളെപ്പോയി ഉടമ്പടി എടുത്ത് രോഗികളെപ്പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്യുന്ന ദിവസമാണ്. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു, ആരെല്ലാം കാണുന്നു, ആർക്കെല്ലാം സുവിശേഷം കൈമാറുന്നു, വിശ്വാസം കൈമാറുന്നു, അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പണി തിരക്കി പോകും. സാധാരണ ചെറുകിട ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോകും. നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അതിനൊരു ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈശോ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, അവിടെ തടസ്സങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണം. കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതികളും തകിടം മറിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അവർ നെഞ്ചുവേദന വന്ന ആൾക്കാർക്ക് പ്രഷർ കയറി ബോധം കെട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ട്. കർത്താവേ, അവരെല്ലാം നിൻ്റെ വിശുദ്ധമാരെ സന്ധിക്കുകയും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടത്തില്ല എന്നുകൊണ്ടാണെങ്കിൽ അതിന് പകരം മാർഗം കാണിച്ചുകൊണ്ട് അവിടെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സമ്മതവും കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഈശോയെ, ആലോചനയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. കർത്താവ്, ആരെയും ചതിക്കുഴി വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദൈവമഹത്വത്തിൻ്റെ ജീവിതം അവർക്കുണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരൻ നീക്കുവാമേ.